പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. നോക്കൂ, നമ്മൾ 3 ചാപ്റ്റർ സെക്കൻഡ് ഇയറിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ 3ാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ 1ാമത്തെ പ്രോബ്ലം, the storage battery of a car has an EMF 12 volt. If the internal resistance of the battery is 0.4 ohm, what is the maximum current that can be drawn from the battery? അപ്പോൾ ഒരു കാറിൻ്റെ സ്റ്റോറേജ് ബാറ്ററിയുടെ EMF 12 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്നതൊക്കെ എഴുതാം. EMF 12 വോൾട്ട്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r 0.4 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റിയ മാക്സിമം കറൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഡ്രോ ചെയ്യാൻ പറ്റിയ മാക്സിമം കറൻറ്റ് എത്രയാണ്? I = E/R അല്ലേ? ഓംസ് ലോ പ്രകാരം I = V/R. V എന്ന് പറഞ്ഞാൽ ഇവിടെ EMF ആണ്. വേറെ നമ്മൾ വേറെ റെസിസ്റ്റൻസോ വോൾട്ടേജ് ഒന്നും വേറെ ഒന്നും പറയില്ല. അപ്പോൾ I = E/R. E എത്രയാണ്? 12/0.4. അപ്പോൾ 0.4ൻ്റെ 4 പോയിൻ്റ് മാറ്റാനായിട്ട് 10⁻⁻1 4 12 3 3 × 10⁻⁻1 മുകളിൽ അടിക്കുമ്പോൾ 10⁻1. അപ്പോൾ 3 × 10 30 ആംപെയർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, 30 ആംപെയർ. കണ്ടു. ഇനി അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, എ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട് വീണ്ടും തന്നിട്ടുണ്ട്. EMF 10 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ഓം. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, 3 ഓം ആണെന്ന്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ഓം ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ഇഫ് ദ കറൻറ്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് 0.5 ആംപെയർ. കറൻറ്റ് I തന്നിട്ടുണ്ട് 0.5 ആംപെയർ ആണ്. If the current in the circuit is 0.5 ampere, what is the resistance of the resistor and what is the terminal voltage of the battery when the circuit is closed? അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കാണണം. ഒന്ന് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന്, പിന്നെ ടെർമിനൽ വോൾട്ടേജ്, ടെർമിനൽ PD അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഒരു ബാറ്ററിയുടെ EMF 10 വോൾട്ടാണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 3 ഓമാണ്. അതൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ആ സർക്യൂട്ടിലെ കറൻറ്റ് 0.5 ആംപെയറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്, ടെർമിനൽ വോൾട്ടേജ് എത്രയാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ടെർമിനൽ വോൾട്ടേജും ലോസ്റ്റ് വോൾട്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ള കാരണമുള്ള വോൾട്ടേജ് ഡ്രോപ്പൊക്കെ ഉള്ള ഒരു ഫോർമുല നമുക്കറിയാം, ഓർമ്മയില്ലേ? എന്താണ്? E = I × R, ടെർമിനൽ വോൾട്ടേജ്, പ്ലസ് I × സ്മോൾ r. കണ്ടു? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ക്യാപിറ്റൽ R. അപ്പോൾ ഈ തന്നിട്ടുണ്ട് എത്രയാണ്? 10 വോൾട്ട് ഈക്വൽസ് I. ഇതിൽ രണ്ടിലും I കോമൺ, Iനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 0.5 × R എത്രയാണെന്നറിയില്ല, പ്ലസ് സ്മോൾ r തന്നിട്ടുണ്ട് എത്രയാണ്? 3 ഓം തന്നിട്ടുണ്ട്. കണ്ടു? അപ്പോൾ ഈ 0.5നെ ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് 10 വോൾട്ട് എന്ന് എഴുതണ്ട, 10 എഴുതിയാൽ മതി. ഈ 0.5നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ 10/0.5 = R + 3. കണ്ടു? ഇനി 10/0.5 എത്രയാണ്? 0.5ൻ്റെ പോയിൻ്റ് മാറ്റാൻ 10⁻⁻1, അതിൻ്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ 10⁻1. അപ്പോൾ 10 × 10⁻1 എത്രയാണ്? 10 × 10. 100/5 എത്രയാണ്? 20 ഈക്വൽസ് R + 3. അപ്പോൾ R = എത്രയാണ്? 20 - 3 എത്രയാണ്? 17 ഓം. കണ്ടു? അപ്പോൾ ക്യാപിറ്റൽ R 17 ഓം കിട്ടി. ഇനി അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താ ചോദിച്ചിരിക്കുന്നത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ടെർമിനൽ PD, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? ടെർമിനൽ വോൾട്ടേജ് കാണാനുള്ള ഫോർമുല എന്താ? V = I × ക്യാപിറ്റൽ R. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ്.
ആ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്, അതാണ് നമുക്ക് കിട്ടണത്, എക്സ്റ്റേണൽ വോൾട്ടേജ് നമുക്ക് കിട്ടണത്. അപ്പോൾ I × R, I എത്രയാണെന്നാ കിട്ടിയേ, I എത്രയാണെന്ന് തന്നേക്കണേ 0.5 × R എത്ര കിട്ടി 17. അപ്പോൾ 0.5 × 17 എത്രയാ 8.5 വോൾട്ട്, 8.5 വോൾട്ട്. അപ്പോൾ അതാണ് എന്ത് ടെർമിനൽ വോൾട്ടേജ്. ടെർമിനൽ വോൾട്ടേജ് എന്നാൽ ദ വോൾട്ടേജ് വിച്ച് വി ഗെറ്റ് ഔട്ട്സൈഡ് ദ സെൽ, ദാറ്റ് ഈസ് ഇൻ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനാണ് എന്ത് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ പ്രോബ്ലം. Three resistors 1 ohm, 2 ohm and 3 ohm are connected in series. What is the total resistance of the combination? നോക്കൂ, 1 ohm, 2 ohm, 3 ohm കണക്റ്റഡ് ഇൻ സീരീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ എ പാർട്ട്, വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ സീരീസ് ആകുമ്പോൾ R = എന്താ, ആദ്യം ഫോർമുല എഴുതണം കേട്ടോ, ഫോർമുലയ്ക്ക് മാർക്കുണ്ട്. R = R1 + R2 + R3. അപ്പോൾ എത്ര വരും, 1 + 2 + 3 എത്രയാ 6 ohm. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. 3 റെസിസ്റ്റേഴ്സ് കണക്റ്റഡ്, 1 ohm, 2 ohm, 3 ohm കണക്റ്റഡ് ഇൻ സീരീസ്. വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ സീരീസ് ആയതുകൊണ്ട് ഫോർമുല ഇതാണ് R1 + R2 + R3. അപ്പോൾ നമുക്കതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 6 ohm കിട്ടി. ഇനി അതിൻ്റെ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് EMF 12 വോൾട്ട് ആൻഡ് നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഒബ്റ്റെയിൻ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് അതർ. ഈ കോമ്പിനേഷനെ 12 വോൾട്ട് ബാറ്ററിയിൽ, അതായത് ഈ സീരീസ് കോമ്പിനേഷനെ ഇങ്ങനെ സീരീസ് കോമ്പിനേഷനെ കണ്ടു, R1 R2 R3 R1 R2 R3 ഈ സീരീസ് കോമ്പിനേഷനെ 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു എന്ന് കണ്ടു. ഇതുപോലെ 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഓരോന്നിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടു V1. അതുപോലെ ഇതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ്, ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ 12 വോൾട്ട് ബാറ്ററിയിലേക്ക് ഈ സീരീസ് കോമ്പിനേഷനെ കണക്ട് ചെയ്തു. അപ്പോൾ ഓരോ റെസിസ്റ്റൻസിൻ്റെയും അക്രോസ് ഇടയിലുള്ള വോൾട്ടേജ് എത്രയാണെന്ന് മനസ്സിലായ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്, ഓരോ റെസിസ്റ്റൻസിൻ്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം, ഇതിൽ കൂടെ ഒഴുകുന്ന കറൻറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ohm ആണെന്ന് കിട്ടി. ബാറ്ററിയുടെ വോൾട്ടേജ് 12 ആണ്. അപ്പോൾ നമുക്ക് I കണ്ടുപിടിച്ചൂടെ. I = എന്താണ് V/R. V എത്രയാ 12 വോൾട്ട് ബൈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവാണ് എടുക്കണത്. ഇത് 3 പേരും കൂടെ ചേരുമ്പോഴുള്ള ഫലമാണ് എടുക്കേണ്ടത്. അപ്പോൾ 12/R എത്രയാ 2 ആംപിയർ. കണ്ടു, I കിട്ടി 2 ആംപിയർ. ഇനി ഓരോന്നിൻ്റെയും വോൾട്ടേജ് I എല്ലാത്തിലും സെയിമാണ്, സീരീസ് കോമ്പിനേഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ I എല്ലാത്തിലും സെയിമാണ്. അപ്പോൾ V1 = എന്താണ് IR1. I എത്രയാ 2 × R1 എത്രയാ 1 ohm. അപ്പോൾ 2 × 1 എത്രയാ 2 വോൾട്ട്. ഇനി V2 എത്രയാ IR2. I 2 ആണ്, R2 എത്രയാ 2. അപ്പോൾ 2 × 2 4 വോൾട്ട്. ഇനി V3 എത്രയാ I × R3. I നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. R3 എത്രയാ 3 അല്ലേ. അപ്പോൾ 2 × 3 എത്രയാ 6 വോൾട്ട്. നോക്കൂ, ടോട്ടൽ വോൾട്ടേജ് 6 4 10 2 12 ശരിയായി കണ്ടു. അപ്പോൾ ആദ്യം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് എത്ര കറൻറ്റ് ഫ്ലോ ചെയ്യേണ്ടെന്ന് അറിയണം. ആ കറൻറ്റ് എല്ലാത്തിലും സെയിം ആയിരിക്കും, കാരണം സീരീസാണ്. എന്നിട്ട് ഓരോന്നിൻ്റെയും വോൾട്ടേജ് IR1 IR2 IR3 എന്നുകൊണ്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമ്മുടെ 3 പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നോക്കൂ, നാലാമത്തെ പ്രോബ്ലം. 3 resistors 2 ohm, 4 ohm and 5 ohm are connected in parallel. അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് 2 ohm, 3 ohm, 4 ohm കണക്റ്റഡ് ഇൻ പാരലൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 resistors 2 ohm, 4 ohm and 5 ohm. 2ഉം 4ഉം 5ഉം 2 ohm, 4 ohm and 5 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 3 റെസിസ്റ്റേഴ്സ് 2 ohm, 4 ohm, 5 ohm കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ
പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം 1/R = 1/R1 + 1/R2 + 1/R3 അല്ലേ? അപ്പോൾ 1/2 + 1/4 + 1/5 ഇതിൻ്റെ 2ൻ്റെ 4 5ൻ്റെ LC എത്ര വരും? 20 വരും. 20ൽ 2 എത്രയാണ്? 10 പ്രാവശ്യം. 10 × 1 10 പ്ലസ് 4 20 എത്ര? 5 5 × 1 5 പ്ലസ് 5 20 4 പ്രാവശ്യം. 4 × 1 4. അപ്പോൾ 10 5 15 4 19/20 ആണ് എന്ത്? 1/R. അപ്പോൾ R = എന്താണ്? ഇവിടെ തിരിക്കണം. ഇവിടെ തിരിച്ചപ്പോൾ ഇവിടെയും തിരിക്കണം. 20/19 ഓമാണ് എന്ത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. 1 പോയിൻ്റ് എഴുതണമെന്നില്ല, അങ്ങനെ എഴുതിയാലും മതി, എഴുതിയാലും കുഴപ്പമില്ല. 20/19 ഓം. ഇനി അതിൻ്റെ ഇത് A ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിൻ്റെ B ക്വസ്റ്റ്യൻ ഉണ്ട്. B ക്വസ്റ്റ്യൻ എന്താ പറയണേ? If the combination is connected to a battery of EMF 20 volt and negligible internal resistance, determine the current through each resistor and the total current drawn from the battery. അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷനെ, അതായത് പാരലൽ കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഉണ്ടോ? ഇതല്ലേ പാരലൽ കോമ്പിനേഷൻ. ഉണ്ടോ? ഈ പാരലൽ കോമ്പിനേഷനെ കണക്റ്റഡ് ടു എ ബാറ്ററി 20 വോൾട്ട് 20 വോൾട്ടുള്ള ബാറ്ററി ഇത് കണക്ട് ചെയ്തു എന്ന്. അപ്പോൾ 20 വോൾട്ടുള്ള ബാറ്ററിയിൽ നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണക്കാക്കണ്ടാന്ന്. ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് EMF 20 വോൾട്ട് ആൻഡ് നെഗ്ലിജിബിൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഡിറ്റർമിൻ ദ കറൻറ്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് കറൻറ്റ് കണ്ടു. ഇവിടെ എത്തുമ്പോൾ 3 വഴിക്കാണ് പോണത്. I1 I2 I3 അതാണ് കാണാൻ പറഞ്ഞേക്കണത്. I2 I3 ഇത് 2 ഓം 4 ഓം 5 ഓം കണ്ടു. ഇതാണ് നമുക്ക് തന്നേക്കണ കോമ്പിനേഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നിലുള്ള കറൻറ്റാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാത്തിൻ്റെയും വോൾട്ടേജ് സെയിമാണ്, 20 വോൾട്ട് തന്നെയാണ്, അതിന് മാറ്റില്ല. കണ്ടു. അപ്പോൾ നമുക്ക് കറൻറ്റ് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ കറൻറ്റ് കണ്ടുപിടിച്ചൂടെ? I = എന്താണ്? V/R. V എത്രയാ? 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 20/19 20/19. അപ്പോൾ ഇതിന് ഹരണത്തെ ഗുണനാക്കാൻ തിരിച്ചിട്ടാൽ പോരെ? അപ്പോൾ 20 × 19/20 20 വെട്ടിപ്പോയി 19 ആംപെയർ. കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപെയറാണ്. അപ്പോൾ 19 ആംപെയറാണ് ടോട്ടൽ കറൻറ്റ്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി അല്ലെങ്കിൽ നമുക്ക് കിട്ടും. എങ്ങനെയാണ് നോക്കാം. നോക്കൂ, I1 കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല? V/R1 അല്ലേ? പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ ആദ്യത്തെ അറ്റം ഒരുമിച്ചാണ്, രണ്ടാമത്തെ അറ്റം ഒരുമിച്ചാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും വോൾട്ടേജ് സെയിം ആണ്, 20 വോൾട്ടാണ്. അപ്പോൾ 20/R1 എത്രയാ? 2. അപ്പോൾ 20/2 എത്രയാ? 10 ആംപെയർ. ഇനി I2 എത്രയാ? V/R2 V 20/R2 എത്രയാ? 4. 20/4 എത്രയാ? 5 ആംപെയർ. അപ്പോൾ I2 കിട്ടി. ഇനി I3 = V/R3. V എത്രയാ? 20 പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 20/R3 എത്രയാ? 5. 20/5 എത്രയാ? 4 ആംപെയർ. ഉണ്ടോ? ഇനി കൂട്ടി വെക്കൂ. 10 5 15 4 19 ഇതാ 19 ആംപെയർ. ഇങ്ങനെ കാണണമെന്നില്ല, ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് കൂട്ടിയാലും മതി. I = I1 + I2 + I3. അപ്പോൾ 10 + 5 + 4 19 ആംപെയർ. എനിക്കിവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കണ്ടു. അപ്പോൾ ഇതാണ് 4ാമത്തെ പ്രോബ്ലം. 5ാമത്തെ പ്രോബ്ലം നമ്മളിപ്പോൾ NCERT ബുക്കിലത്തെ കണ്ടു. NCERT ബുക്കിലത്തെ പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യണത്. അതിൽ നിന്ന് തന്നെയാണ് ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഇനി 5ാമത്തെ പ്രോബ്ലം. At room temperature 27 degrees Celsius, the resistance of a heating element is 100 ohm. അപ്പോൾ T1 തന്നിട്ടുണ്ട്. അറ്റ് റൂം ടെമ്പറേച്ചർ at room temperature 27 degree Celsius. അപ്പോൾ T തന്നിട്ടുണ്ട് 27 degree Celsius ആണ്. At room temperature 27 degree Celsius, the resistance of heating element is 100 ohm. അപ്പോൾ 6 തന്നിട്ടുണ്ട്. എത്രയാ? ഒരു ഹീറ്റിംഗ് എലിമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് 100 ohm ആണെന്ന്.
27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഒരു ഹീറ്റിംഗ് എലിമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് 100 ഓം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എലിമെൻറ്റ് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 117 ഓം. അപ്പോൾ റെസിസ്റ്റൻസ് R1 117 ഓം ആക്കിയാൽ ടെമ്പറേച്ചർ T1 എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. കണ്ടോ? അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ റെസിസ്റ്റൻസ് 100 ഓം ഹീറ്റിംഗ് എലിമെൻറ്റിൻ്റെ. അതേ ഹീറ്റിംഗ് എലിമെൻറ്റിൻ്റെ 117 ഓം റെസിസ്റ്റൻസ് ആവണമെങ്കിൽ എത്ര ടെമ്പറേച്ചർ വരണമെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആൽഫ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ ഈക്വൽസ് 1.7 ഇൻറ്റു 10⁻⁻⁴ പെർ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത് ആൽഫ തന്നിട്ടുണ്ട് 1.7 ഇൻറ്റു 10⁻⁻⁴ പെർ ഡിഗ്രി സെൽഷ്യസ്. ഇനി എന്താണ് ആൽഫ കാണാനുള്ള ഫോർമുല? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൽഫ ഈക്വൽ ടു എന്താണ്? R1 മൈനസ് R ഉണ്ടോ? R1 ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് R1 മൈനസ് R ബൈ R ഇൻറ്റു T1 മൈനസ് T. രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, R ഇൻറ്റു T1 മൈനസ് T. ഇനി നമുക്ക് ഈ T1 മൈനസ് ടീനെ ഇങ്ങോട്ട് എടുക്കാം, ആൽഫേനെ ഇങ്ങോട്ട് എടുക്കാം. T1 മൈനസ് ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? T1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T1 മൈനസ് ടി അങ്ങോട്ട് എടുത്തോളൂ. ഈക്വൽസ് R1 മൈനസ് R. R1 എത്രയാ? 117 മൈനസ് R എത്രയാ? 100 ബൈ R അവിടെ ഉണ്ട്, R എത്രയാ? 100 ഇൻറ്റു ആൽഫേനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കണു. ആൽഫ എത്രയാ? 1.7 ഇൻറ്റു 10⁻⁻⁴. ഇനി T1 നമുക്കറിയില്ല. അപ്പോൾ T1 മൈനസ് ടി എത്രയാണെന്ന് പറഞ്ഞാൽ 27 ഉണ്ടോ? ഈക്വൽസ് ഈ 117 മൈനസ് 100 എത്രയാ? 17 ബൈ 100 ഇൻറ്റു 1.7 ഇൻറ്റു 10⁻⁻⁴ എത്ര വരും? 1.7 ഇൻറ്റു ഇവിടെ 2 പൂജ്യം ഉണ്ട്, ഇവിടെ -4 ഉണ്ട്. അപ്പോൾ 10⁻², ആ -2. അപ്പോൾ 17 ബൈ 1.7 -2നെ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 10⁻² വരും. അപ്പോൾ 1.7 17 എത്ര പ്രാവശ്യം പോവും? 10 പ്രാവശ്യം. 10 ഇൻറ്റു 100 എത്രയാ? 1000 കണ്ടു. അപ്പോൾ T1 മൈനസ് 27 1000 അപ്പോൾ T1 ഈക്വൽസ് എത്രയാ? 1000 പ്ലസ് 27 എത്രയാ? 1027 ഡിഗ്രി സെൽഷ്യസ്. 1027 ഡിഗ്രി സെൽഷ്യസ് ആണെന്ത്? അതിൻ്റെ 117 ഓം റെസിസ്റ്റൻസ് വരുന്ന ടെമ്പറേച്ചർ. ഇനി അടുത്ത 6ാമത്തെ പ്രോബ്ലം. A negligibly small current is passed through a wire of length 15 meter. അപ്പോൾ 6th പ്രോബ്ലം, ലെങ്ത്ത് 15 മീറ്റർ. 15 മീറ്റർ ലെങ്ത്തുള്ള ഒരു വയർ കൂടെ ഒരു ചെറിയ കറൻറ്റ് പാസ് ചെയ്യുന്നു. നെഗ്ലിജിബിളി സ്മോൾ കറൻറ്റ് ഈസ് പാസ് ത്രൂ എ വയർ ഓഫ് ലെങ്ത്ത് 15 മീറ്റർ ആൻഡ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 6 ഇൻറ്റു 10⁻⁻⁷. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട് എന്താണ്? 6 ഇൻറ്റു 10⁻⁻⁷ മീറ്റർ സ്ക്വയർ. അപ്പോൾ 15 മീറ്റർ ലെങ്ത്തും 6 ഇൻറ്റു 10⁻⁻⁷ മീറ്റർ സ്ക്വയർ ഏരിയയുമുള്ള ഒരു വയറിൽ കൂടെ വളരെ ചെറിയ നെഗ്ലിജിബിളി സ്മോൾ കറൻറ്റ് ഈസ് പാസ്ഡ്, കറൻറ്റ് പാസ് ചെയ്യണമെന്നാണ് പറയണത്. ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ടു ബി 5 ഓം. ഇതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തു, അതെന്താണ്? 5 ഓം ആണെന്ന് പറഞ്ഞത്. 5 ഓം. വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് എക്സ്പെരിമെൻറ്റ്? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയ സമയത്ത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണെന്ന്, അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എക്സ്പെരിമെൻറ്റ്? ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, അതായത് 15 മീറ്റർ ലെങ്ത്തും 6 ഇൻറ്റു 10⁻⁻⁷ മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു വയറിൽ കൂടെ ഒരു ചെറിയ കറൻറ്റ് പാസ് ചെയ്തു, നെഗ്ലിജിബിളി സ്മോൾ. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് 5 ഓം ആണെന്ന് മെഷർ ചെയ്തു. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയാണ്? അപ്പോൾ നമുക്കറിയാം R പ്രപ്പോർഷൻ L/A, R ഈക്വൽസ് റോ L/A അല്ലേ? ഇതറിയാം. അപ്പോൾ നമുക്ക് ഇതിന് റോ ഈക്വൽ ടു എന്ത് വരും? ഇതിനെ ഇങ്ങോട്ട് എടുക്കുക, RA/L. അപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്. R 5, A
6 into 10 raised to minus 7 by L എന്താ 50. 5 by 5 3 പ്രാവശ്യം 3 6 2 പ്രാവശ്യം ഉത്തരമായി 2 into 10 raised to minus 7 ohm മീറ്റർ. എന്നല്ലേ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ, അതായത് ഓം മീറ്റർ. അപ്പോൾ യൂണിറ്റ് എഴുതണം, അരമാർക്ക് അല്ലെങ്കിൽ പോവും. അപ്പോൾ 6th പ്രോബ്ലം ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ ചെയ്യാം. ഇനി 7th പ്രോബ്ലം. എ സിൽവർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് 2.1 ohm അറ്റ് 27.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ R2 തന്നിട്ടുണ്ട്, 2.7 ohm അറ്റ് 27. അപ്പോൾ R1 തന്നിട്ടുണ്ട്, R1 എത്രയാ 2.1 ohm. ടെമ്പറേച്ചർ T1 തന്നിട്ടുണ്ട്, എത്രയാ 27.5 ഡിഗ്രി സെൽഷ്യസ്. എ സിൽവർ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 2.1 ohm അറ്റ് 27.5 ഡിഗ്രി സെൽഷ്യസ്. 27.5 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സിൽവർ വയറിൻ്റെ റെസിസ്റ്റൻസ് 2.1 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആൻഡ് എ റെസിസ്റ്റൻസ് ഓഫ് 2.7 ohm അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതേ വയറിൻ്റെ റെസിസ്റ്റൻസ് 100 ഡിഗ്രി സെൽഷ്യസിൽ 2.7 ohm ആണ്. അപ്പോൾ R2 ഈക്വൽസ് 2.7 ohm. ടെമ്പറേച്ചർ T2 തന്നിട്ട് എത്രയാ 100 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എന്താണ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവറിൻ്റെ കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താണ്, ആൽഫ ഈക്വൽസ് R2 മൈനസ്, ഇവിടെ 2 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കണ്ടോ, R2 തന്നിട്ടുണ്ട്, R1 തന്നിട്ടുണ്ട്. അപ്പോൾ R2 മൈനസ് R1 ബൈ R1 ഇൻറ്റു T2 മൈനസ് T1, കണ്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൊടുത്താൽ മതി. R2 എത്രയാ 2.7 മൈനസ് R1 എത്രയാ 2.1 ബൈ R1 2.1 ഇൻറ്റു T2 100 മൈനസ് T1 27.5. അപ്പോൾ എത്ര കിട്ടും, 2.7 മൈനസ് 2.1 എത്രയാ 0.6 ബൈ 2.1 ഇൻറ്റു 100 മൈനസ് 27.5. 100 മൈനസ് 27.5 എത്ര കിട്ടും, 62.5 അല്ലേ. സോറി 100 ഇൻറ്റു 27.5 എന്ന് പറയുമ്പോൾ 72.5 ശരിയാണ്. അപ്പോൾ ഇത് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 0.0039 പെർ ഡിഗ്രി സെൽഷ്യസ് കിട്ടും. 0.0039 പെർ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് 7th പ്രോബ്ലം. കുട്ടികളെ പകുതി പ്രോബ്ലംസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി ഈ എക്സസൈസിലെ 13 പ്രോബ്ലംസ് 7 നമ്മൾ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സോടുകൂടി ഈ എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്ത് തീർക്കാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.